നമ്മൾ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ മന്ത്രി, നമ്മുടെ നാട്ടിന്റെ രോമാഞ്ചമായ മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് വരുന്നതാണ്. നമ്മുടെ മന്ത്രിയെ പറ്റി പറയുകയാണെങ്കിൽ മന്ത്രിക്ക് സ്വന്തമായിട്ടൊരു കാറില്ല. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് KSRTC ബസ്സിലാണ്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള KSRTC ബസ് ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് വിചാരിച്ചോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ഇന്ത്യയുടെ 10 സ്വാതന്ത്ര്യ സമരത്തിലെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സാർ ഒളിവിൽ താമസിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമരകാലത്ത് ഞാൻ ഒളിവിൽ താമസിച്ചിട്ടില്ല, പക്ഷേ ഞാനൊരു വളവിൽ താമസിച്ചിട്ടുണ്ട്. ജാലിയൻവാലാബാഗിനെ പറ്റി സാറിന്റെ അഭിപ്രായം? വേറെ എത്ര നല്ല ബാഗ് ഉണ്ടോ ഇവിടെ? ജാലിയൻവാലാ ബാഗ് തന്നെ മതിയോ? സ്കൂബിയുടെ പിന്നെന്താ പിള്ളേരുന്നോ വേറൊരു ബാഗ് ഉണ്ട്, അങ്ങനെ കാൻഡിമാൻ നല്ല ബാഗാ. സാർ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അവർ നല്ല സുഹൃത്തുക്കളല്ലേ സുഭാഷ് ചന്ദ്രനും ബോസും ഒക്കെ. അത് നല്ല വേണ്ട, നാട്ടിലിപ്പോഴും ഉണ്ട്. ബാലഗംഗാധര തിലകനെ പറ്റി സാർ അഭിപ്രായം? ബാലനും ഗംഗാധരനും മരിച്ചുപോയി, പലരും മുൻചുട്ടിക്കാനായുള്ളവര്. പക്ഷെ തിലകൻ ഇപ്പോഴും സിനിമയിലേക്ക് അഭിനയിച്ച് നടക്കുന്നുണ്ട്. അമ്മയുമായി വഴിക്കിട്ട് നടക്കാനാണ് കഴിഞ്ഞ തവണ ആരോ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ എത്തിയിരിക്കുന്നു വനിതാ മെമ്പറെ ഞാൻ ഈ വേദിയിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യുന്നു. വനിതാ മെമ്പർ നമ്മുടെ ഏറ്റവും പ്രശസ്തയായ വനിതാ മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വനിതാ മെമ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് പാതിരാത്രിക്ക് പോയാലും എന്തു കാര്യവും യാതൊരു മടിയും കൂടാതെ സാധിച്ചു തരുന്ന ഒരു വനിതാ മെമ്പറാണ് നമ്മുടെ മെമ്പർ തന്നെ ആണ്. വനിതാ മെമ്പറെ പറ്റി പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു മെമ്പറാണ് നമ്മുടെ മെമ്പർ ആണ്. ആ വനിതാ മെമ്പറെ 2 വാക്ക് സംസാരിക്കാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിൽ ആസനമായി മന്ത്രി മറ്റ് വിശിഷ്ടാവശിഷ്ടങ്ങളെ, സ്റ്റേജിൽ പലരും എന്നെ പൊക്കി സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാൻ വനിതകളുടെ മാത്രം മെമ്പറല്ല, ഈ പുരുഷന്മാരുടെ കൂടി മെമ്പറാണ് ഞാൻ. പിന്നെ ഈ ബഹുമാനപ്പെട്ട മന്ത്രികൾക്ക് എനിക്ക് ഉണർത്തിക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടി നമ്മൾ പല സ്ത്രീകളുടെയും ജോലി തിരക്ക് കാരണം നമുക്ക് ശരിക്കും കാണുവാൻ സാധിക്കുന്നില്ല. അതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്ത് സുപ്രഭാതം പരിപാടി വൈകിട്ടത്തേക്ക് ആക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് മറ്റൊരു കാര്യം ഉണർത്തിക്കാനുള്ളത്, നമ്മൾ സ്ത്രീകൾ ഇന്ന് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഏതെങ്കിലും ബസ്സിൽ കയറുകയാണെങ്കിൽ ഏതെങ്കിലും പൂവാലന്മാരുടെ കരാളഹസ്തങ്ങൾ നമ്മളെ വളരെയധികം പീഡിപ്പിക്കുന്നു. ഈ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്ത് ഈ
മനസ്സിലാക്കി തരണമെന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എൻ്റെ വനിതാ മെമ്പർ നമ്മുടെ വനിതാ മെമ്പർ സ്ത്രീ പീഡനത്തെ കുറിച്ച് പറയുകയുണ്ടായി. ആദ്യമേ അതിലേക്ക് നടക്കട്ടെ. സമൂഹത്തിൽ സ്ത്രീകൾ തബലകളാണ്, ക്ഷമിക്കണം, അബലകളാണ്. ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല പുരുഷന്മാരും പല പൂവാലന്മാരും കണ്ണിൽ ചോരയില്ലാതെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിഹാരമായി ഒരു കാര്യം ഞാൻ പറയാം. ഇനി മുതൽ സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ ₹1.50 കൊടുത്ത് ഒരു ബ്ലേഡ് മേടിക്കാം. അതിനെ രണ്ടായി ഒരെണ്ണം കൈയിന്റെ ഈ വശം വെക്കുക, മറ്റേത് ഈ വശം വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് ആരാണോ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് വെച്ചാൽ അവരുടെ മുതുകത്ത് ഇൻഡു ആകൃതിയിൽ 2 വര വരയ്ക്കുക. വളരെയധികം ശ്രദ്ധിക്കണം. ഇൻഡു ആകൃതിയിൽ 2 വരകൾ മാത്രം, അല്ലാതെ ഇങ്ങനെ കുണ വരയ്ക്കരുത്.